ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ഗ്രേവിയാണ്. അത് തമിഴ്നാട് സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വെച്ചു. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണാണ് ഇട്ടേ. ഇത് രണ്ടും ഇട്ടതിൻ്റെ ശേഷം ഈ കോളിഫ്ലവർ നന്നായി കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കഴുകിയതാണ്. അതും കൂടെ ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം ഇതിലോട്ട് പിടിക്കണം. അപ്പോൾ അതുവരേക്കും നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് ഇതിലോട്ട് മസാല എല്ലാം പിടിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് വാങ്ങാം. ഈ ഗ്രേവി മാത്രം എടുത്താൽ മതി. എണ്ണയൊക്കെ ആയി തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ ആ മസാലയിലോട്ട് തന്നെ ഒരു അല്പം കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സവാള ഉണ്ടല്ലോ, 1, 2, ഒരു 4, 3 കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ അരിയുക. വലിയ ചെറുതായിട്ടൊന്നും അരിയണ്ട. ഒരു ഉള്ളി ഒരു 4-5 കഷ്ണമാക്കി അരിയുക. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് അതും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചപ്പ് മണമൊക്കെ പോയി നന്നായി വാടി കിട്ടണം ഈ ഉള്ളി. അതിന് വാടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായി വാട്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആവാൻ നേരത്ത് നന്നായി വാട്ടി ഒരു കളറൊക്കെ മാറി വരുമ്പോൾ ഇതൊരു മിക്സി ജാറിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. നന്നായി എണ്ണയെല്ലാം ഊറ്റിയെടുത്തിട്ട് വേണം എടുക്കാൻ. നമുക്ക് ആ എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 2 തക്കാളിയാണ് എടുക്കുന്നത്. തക്കാളിയും ഇതുപോലെ അതിൻ്റെ ആ ഒരു നടുവത്തെ പോർഷൻ വിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറിയിട്ടിട്ട് ഈ തക്കാളി എടുത്തിട്ട് ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഈ എണ്ണയിലോട്ട് തന്നെ ഞാൻ 2 പട്ട, പിന്നെ ഗ്രാമ്പു, ഏലക്ക, പിന്നെ നമ്മുടെ ബിരിയാണീൻ്റെ ഇലയുണ്ടല്ലോ, ഈ ഇലയും കൂടെ ഇടുക. എന്നിട്ടൊന്ന് വാട്ടിയതിൻ്റെ ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സൈഡിൽ കൂടെ എല്ലാം എണ്ണ പിരിയാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സ്റ്റേജ് വരുമ്പോൾ നമ്മൾ അതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം ഗരം മസാല, പിന്നെ ഇത് ബിരിയാണി മസാല, ഇതും കൂടെ എന്തായാലും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചപ്പ് മണമെല്ലാം മാറുന്നവരെ ഇളക്കി കൊടുത്ത് ഈ കോളിഫ്ലവർ ഇട്ട് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം നമ്മളതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി ഉപ്പൊക്കെ നോക്കിയതിൻ്റെ ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. പിന്നെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മല്ലി ഇലയും കൂടെ നമുക്കിങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കാം. മല്ലി ഇല ഇട്ടു. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റും കൂടെ വെന്തതിൻ്റെ ശേഷം നമുക്കിത് സേവ് ചെയ്യാൻ തുടങ്ങാം. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറീൻ്റെ അതേ രുചിയായിരുന്നു. നിങ്ങളും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ, ലവ് യു ഓൾ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.